السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد صلاة نكون بها مدفونين بجواره ومحشورين تحت لوائه وعلى آله وصحبه وسلم. ബഹുമാനപ്പെട്ട ഇമാം അബുല്ലൈഫ് സമർഖന്ദി റഹിമഹുല്ലാഹു തആല ബഹുമാനപ്പെട്ടവരുടെ തൻബീഹുൽ ഖാഫിലീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, മൻ അറാദ അൻ യജിദ സവാബ അമലിഹി ഫിൽ ആഖിറ. ഒരാൾക്ക് തൻ്റെ അമലുകളുടെ, താൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ആഖിറത്ത് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, യംബഗി ലഹു അൻ യകൂന അമലുഹു ഖാലിസൻ ലില്ലാഹി തആല ബിഗൈരി റിയാഇൻ. അവൻ്റെ അമലുകളെല്ലാം റിയാ ഇല്ലാതെ, ആളുകളുടെ അടുത്തുള്ള പ്രശസ്തിക്കോ ആളുകളുടെ നല്ല വാക്കുകൾ കേൾക്കാൻ വേണ്ടിയോ അങ്ങനെയൊന്നും ആകാതെ പരിപൂർണമായി അള്ളാഹു തആലയുടെ വജ്ഹിന് വേണ്ടി തൃപ്തിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസുള്ള അമലായിരിക്കണം അവൻ്റെ അമൽ. എന്നാലേ ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അങ്ങനെ അവന് അമല് ചെയ്തതിന് ശേഷം, റിയാ ഒന്നുമില്ലാതെ പൂർണ്ണമായി ഇഖ്ലാസോടുകൂടി അമല് ചെയ്തതിന് ശേഷം, സുമ്മ ഇൻസാ ദാലിക്കൽ അമല, ശേഷം അവൻ ആ അമലിനെ മറന്നു കളയണം. ലി കൈലാ യുബത്തുലുഹുൽ ഉജുബ്, ഉജുബ് അവൻ്റെ അമലുകളെ നിഷ്ഫലമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഉജുബ് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ഇബാദത്തൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന് കൽബിൻ്റെ ഉള്ളിൽ തോന്നലുണ്ടാവാം. ആ തോന്നൽ വന്നാൽ ആ അമലുകൾ നിഷ്ഫലമായി പോകും, പ്രതിഫലം ഇല്ലാത്തതായി പോകും. അതുകൊണ്ട് ആ ഒരു ചിന്ത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്ത അമലുകൾ മറന്നു കളയണം. ലി അന്നഹു യുഖാലു, മുൻഗാമികളൊക്കെ പറയുന്നൊരു വാചകമുണ്ട്, ഹിഫ്ദു ത്വാഅത്തി അശദ്ദു മിൻ ഫിഅലിഹ. ഒരു സൽക്കർമ്മം ചെയ്യുന്നതിനേക്കാളും വലിയ പ്രയാസമാണ് ആ സൽക്കർമ്മം നിഷ്ഫലമായി പോകാതെ റിയാഉം സുമഅത്തും ഉജുബും ഇതൊന്നും വരാതെ സംരക്ഷിക്കുക എന്നുള്ളത്. വഖാല അബൂബക്കർ വാസുത്തിയു, ബഹുമാനപ്പെട്ട ഇമാം അബൂബക്കർ വാസുത്തി റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ബഹുമാനപ്പെട്ടവരുടെ വാചകമാണ് ഈ പറഞ്ഞ വാചകം, ഹിഫ്ദു ത്വാഅത്തി അശദ്ദു മിൻ ഫിഅലിഹ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാളും പ്രയാസമാണ് ആ സൽക്കർമ്മങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. ലി അന്ന മസലഹ ക മിസ്ലി സുജാജി സരി അൽ കസരി. കാരണം സൽക്കർമ്മങ്ങളുടെ ഉപമ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു ചില്ലുപാത്രം പോലെയാണ്. വലാ യഖ്ബലുൽ ജബറ, ആ ചില്ലുപാത്രത്തിന് ഒന്ന് അമർത്താൻ കഴിയില്ല. ഒരു ചില്ലിനെ ശക്തിയായി അമർത്തിയാൽ ആ ചില്ല് പൊട്ടിപ്പോകും. കദാലിക്കൽ അമലു, ഇതുപോലെയാണ് സൽക്കർമ്മങ്ങൾ. ഇൻ മസഹു ദിയാ ഉ കസറഹു, ദിയാ ആ അമലുകളെ സ്പർശിച്ചാൽ ദിയാ ആ അമലുകളെ പൊട്ടിച്ചു കളയും. ഇൻ മസഹുൽ ഉജുബു കസറഹു, അതേപോലെ തന്നെ ഉജുബ് ആ സൽക്കർമ്മങ്ങളെ സ്പർശിച്ചാൽ ആ ഉജുബ് സൽക്കർമ്മങ്ങളെ പൊട്ടിച്ചു കളയും, അഥവാ നിഷ്ഫലമാക്കി കളയും, ഒന്നും അല്ലാതാക്കി കളയും, പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാം, ഒരു വ്യക്തി ചെയ്യേണ്ടത് എന്താണ്? ഇദാ അറാദ റജുലു അൻ യഅമല അമലൻ, ഒരു വ്യക്തി അവന് സൽക്കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഖാഫ റിയാഅ മിൻ നഫ്സിഹി, അവൻ്റെ മനസ്സിൽ റിയാ ഉണ്ടാവും എന്നൊരു ഭയമുണ്ട് എങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടത്? ഫൈൻ അംകനഹു അൻ യുഖ്രിജ റിയാഅ മിൻ ഖൽബിഹി, അവൻ്റെ കൽബിൽ നിന്ന് റിയാഇനെ എടുത്ത് കളയാൻ അവന് കഴിയുമെങ്കിൽ, ഫയംബഗി ലഹു അൻ യജ്തഹിദ ഫീ ദാലിക, ആ റിയാഇനെ കൽബിൽ നിന്ന് നീക്കം ചെയ്യാൻ അവൻ പരമാവധി ശ്രമിക്കണം. ഇല്ലം യുംകിനുഹു, ഇനി അവന് സാധിക്കുന്നില്ല റിയാഇനെ അവൻ്റെ കൽബിൽ നിന്ന് ഒഴിവാക്കാൻ എങ്കിൽ, ഫയംബഗി അൻ യഅമല, അവൻ അമല് ചെയ്യൽ അനിവാര്യമാണ്. അവൻ റിയാ പേടിച്ചിട്ട് അമല് ചെയ്യാതിരിക്കരുത്. വലാ യത്റുക്കൽ അമല ലി അജ്ലി റിയാഇ, റിയാ കാരണമായിട്ട് അമലുകൾ ചെയ്യാതെ മാറ്റിവെക്കരുത്, അമലിനെ ഒഴിവാക്കരുത്. എനിക്ക് റിയാ ഉണ്ടാവും എന്ന് പേടിച്ചിട്ട് അമല് ചെയ്യാണ്ടിരിക്കരുത്, റിയായോട് കൂടി തന്നെ അമല് ചെയ്യാം. സുമ്മ യസ്തഗ്ഫിറുല്ലാഹ തആല മിമ്മാ ഫഅല മിന റിയാഇ, ശേഷം അവൻ്റെ അടുക്കൽ നിന്ന് വന്നുപോയ റിയാഇൻ്റെ പേരിൽ അല്ലാഹു തആലയോട് ഇസ്തിഗ്ഫാർ ചെയ്യാം. അല്ലാഹുവേ, ഞാൻ നിനക്ക് വേണ്ടി ഒരു അമല് ചെയ്തു, പക്ഷേ എൻ്റെ കൽബിൽ റിയാ ഉണ്ടായിപ്പോയി, നീ എനിക്ക് പുറത്തു തരണേ എന്ന് അല്ലാഹു തആലയോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. ഫലഅല്ല അല്ലാഹു തആല അൻ യുവഫിഖഹു ലിൽ ഇഖ്ലാസി ഫി അമലിൻ ആഖിർ, അങ്ങനെ അവൻ ഇസ്തിഗ്ഫാർ ചെയ്താൽ അവൻ്റെ അടുത്തൊരു അമലിൽ അല്ലാഹു തആല അവന് ഇഖ്ലാസിനെ പ്രദാനം ചെയ്യും. ഇതാണ് ബഹുമാനപ്പെട്ടവർ നൽകുന്ന ഉപദേശം. ഒരു വ്യക്തി അവൻ അമല് ചെയ്യുകയാണെങ്കിൽ അവൻ പൂർണ്ണമായി ഇഖ്ലാസോട് കൂടിയാവണം. ഇനി റിയാ വരും എന്നുള്ളൊരു ഭയം ഉണ്ടെങ്കിൽ എന്നാലും അവൻ അമല് ചെയ്യണം, പരമാവധി റിയാഇനെ ഒഴിവാക്കാൻ ശ്രമിക്കണം. അതൊന്നും സാധിക്കുന്നില്ല, ഇവൻ്റെ കൽബിൽ പിന്നെയും റിയാ വന്നുകൊണ്ടിരിക്കുക, ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് ഇവൻ അമല് ചെയ്യുന്നത്, എന്നാലും ശരി അമല് ഒഴിവാക്കരുത്, അമല് ചെയ്യുക. ശേഷം അല്ലാഹു തആലയോട് പൊറുക്കലിനെ തേടുക. ശേഷം ബഹുമാനപ്പെട്ടവർ പറയാം, വയുഖാലു ഫിൽ മസലി, മുൻഗാമികളൊക്കെ പറയുന്ന ഒരു വാചകമുണ്ട്, ഇന്ന ദുനിയ ഖരിബത്തു മുൻദു മാതൽ മുറാഊന. ശേഷം ബഹുമാനപ്പെട്ടവർ പറയുന്നത്, റിയാഓട് കൂടിയാണെങ്കിലും, ഒരു വ്യക്തിയുടെ അമലുകൾ റിയാഓട് കൂടിയാണെങ്കിലും റിയാ ഉള്ള അമല് സ്വീകരിക്കില്ല, അതിന് പ്രതിഫലം ഉണ്ടാവില്ല എന്നൊക്കെ പറയാറുണ്ട്. എങ്കിൽ പോലും റിയാ ഉള്ള അമലാണെങ്കിലും ഈ വ്യക്തിക്ക് അതുകൊണ്ട് ഉഖ്റവിയായ ചില നേട്ടങ്ങൾ കിട്ടും. റിയാ പിടിച്ചിട്ട് അമല് ഒഴിവാക്കരുത്, അമല് റിയായോട് കൂടി തന്നെ ചെയ്യാം, ഇവന് ചില നേട്ടങ്ങൾ കിട്ടാനുണ്ട്. അതാണ് തുടർന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നത്. ഇന്ന ദുനിയ ഖരിബത്തു മുൻദു മാതൽ മുറാഊന, മുൻഗാമികളൊക്കെ പറയാറുണ്ട്, റിയാ വെക്കുന്ന ആളുകളെ കാണാൻ വേണ്ടി അമല് ചെയ്യുന്ന ആളുകൾ, അവർ നശിച്ചാൽ, അവർ മരിച്ചങ്ങ് തീർന്നാൽ അതോടുകൂടി ഈ ദുനിയാവ് അങ്ങോട്ട് നശിക്കും. അതിൻ്റെ കാരണം എന്താ? അന്നഹും, നിശ്ചയം അങ്ങനത്തെ റിയാ വെക്കുന്ന ആളുകൾ, കാനു യഅമലൂന അഅ്മാലൽ ബിരി, അവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. മിസ്ല റിബാത്വാത്തി, മദ്രസകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വൽ ഖനാത്തുരി, പാലങ്ങൾ, വൽ മസാജിദി, പള്ളികൾ, ഇതൊക്കെ പോലെയുള്ള കാര്യങ്ങൾ. ഫകാന ലിന്നാസി ഫീഹ മൻഫഅത്ത്, ആ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അതിൽ ഉപകാരമുണ്ട്. അങ്ങനെ കുറേ സൽക്കർമ്മങ്ങൾ അവർ ചെയ്യും. പക്ഷെ അവരുടെ ലക്ഷ്യം ആളുകൾ അവരെക്കുറിച്ച് നല്ലത് പറയുന്നതായിരിക്കും, പക്ഷെ ആളുകൾക്ക് അതിലൂടെ ഗുണം കിട്ടുന്നുണ്ട്. ഇൻകാനത്തിൽ റിയാ, ഈ ചെയ്യുന്നതൊക്കെ റിയാഇന് വേണ്ടിയാണെങ്കിലും, ഫറബ്ബമായം ഫഅഹു ദുആഉ അഹദിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരുത്തൻ്റെ ദുആ ഇവന് ഉപകാരപ്പെടും.
ഇത് ഉപയോഗിക്കുന്ന ആളുകൾ, പള്ളിയിൽ വരുന്ന ആളുകൾ, പാല ഉപയോഗിക്കുന്ന ആളുകൾ, മദ്രസകൾ ഉപയോഗിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ആരെങ്കിലും ഒരാൾ ഇത് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുമ്പം എല്ലാവരും ദുആ ചെയ്യും. കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ ദുആ അള്ളാഹു തആല സ്വീകരിച്ചാൽ ഇവൻ്റെ ഈ പ്രവർത്തനത്തിൽ റിയാ ഉണ്ടെങ്കിലും സുമഅത്തുണ്ടെങ്കിലും ഉജ്ബുണ്ടെങ്കിലും ആ ദുആഇൻ്റെ ഫലം ഇവന് അനുഭവിക്കാൻ കഴിയും. കമാ റുവിയ അൻ ബഅദിൽ മുത്തഖദ്ദിമീന, മുൻഗാമികളായ ചില ആളുകളിലൊക്കെ ഇതേപോലെയുള്ള ഒരു സംഭവം റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നഹു ബന ഇബാദൻ, മുൻഗാമികൾപ്പെട്ട ഒരു വ്യക്തി ഒരു മദ്രസ, ഒരു മതസ്ഥാപനം പഠിക്കാനുള്ള അത് നിർമ്മിച്ചു. വക്കാന യഖൂലു ഫീ നഫ്സിഹി, ആ വ്യക്തി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയായിരുന്നു, ലാ അദ്രി അകാന അമലി ഹാദ ലില്ലാഹി തആല അംല, ഞാൻ ഈ ചെയ്ത പ്രവൃത്തി അള്ളാഹു തആലയുടെ വജ്ഹിന് വേണ്ടിയിട്ടുള്ളതാണോ അല്ലേ, അതെനിക്ക് അറിയില്ല. അയാൾക്ക് വല്ലാത്ത സംശയമായിരുന്നു, ഞാൻ ഈ ചെയ്തത് അള്ളാഹു തആലയുടെ വജ്ഹിന് വേണ്ടിയിട്ടാണോ അല്ലേ എന്നുള്ളത്. നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമാണത്. അങ്ങനെ ഫഅതാഹു ആതിൻ ഫി മനാമിഹി, രാത്രി അയാൾ കിടന്നുറങ്ങുന്ന സമയത്ത് അയാളുടെ സ്വപ്നത്തിൽ ഒരാൾ വരികയാണ്. ഫഖാല ലഹു, എന്നിട്ട് ഈ വ്യക്തിയോട് ആ സ്വപ്നത്തിൽ വന്ന ആൾ പറയുക, ഇല്ലം യകുന അമലുക ലില്ലാഹി തആല, നീ ചെയ്ത പ്രവൃത്തി അള്ളാഹു തആലയുടെ വജഹിന് വേണ്ടി അല്ലെങ്കിൽ പോലും, അത് അല്ല എന്ന് വിചാരിക്കുക, എന്നാൽ തന്നെ ഫദുആഉൽ മുസ്ലിമീന അല്ലദീന യദ്ഉന ലക ഹുവ ലില്ലാഹ്, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നീ നിർമ്മിച്ച ആ മദ്രസയുടെ ഗുണം പറ്റുന്ന ആളുകൾ അവർ ചെയ്യുന്ന ദുആ അത് അള്ളാഹു തആലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതിൻ്റെ ഒരു ഫലം നിനക്ക് അനുഭവിക്കാൻ കഴിയും. ഫസുറ ബിദാലിക, അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഇതാണ് ഈ ബഹുമാനപ്പെട്ടവർ പറയുന്ന കഥ, സംഭവം. ഇതിൽ നമുക്കൊക്കെ വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണിത്. പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം നമുക്ക് റിയാ ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു വല്ലാത്തൊരു സംശയം, വല്ലാത്തൊരു വസ്വാസം ഉണ്ടാവാറുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ അധികവും എന്തല്ല റിയാ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും അതുപോലെ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുകയാണ്, അപ്പോഴൊക്കെ നമ്മൾ അലട്ടുന്ന ഒരു പ്രശ്നം, ഇത് റിയാന് വേണ്ടിയിട്ടാണോ, ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണോ, എൻ്റെ കൽബിൽ റിയാ ഉണ്ടാവുന്നുണ്ടോ, ഇങ്ങനെ ഒരു തോന്നൽ നമ്മുടെ കൽബിൽ വരുന്നുണ്ട്. ആ തോന്നൽ വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ അള്ളാഹു തആലയ്ക്ക് വേണ്ടിയിട്ടാണ്, റിയാഇനെ നമ്മൾ ഭയക്കുന്നുണ്ട് എന്ന്. ഒരാളെ കൽബിൽ ആ ഭയം ഉണ്ടെങ്കിൽ, ഇത് റിയാഇന് വേണ്ടിയാണോ എന്നുള്ള ആ ഭയം തന്നെ ഇവൻ്റെ പ്രവർത്തനം കൊണ്ട് ഇവൻ അള്ളാഹു തആലയുടെ അടുക്കലുള്ള പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. പക്ഷെ എന്നാലും പിശാച് നമ്മളങ്ങനെ വസ്വാസാക്കിക്കൊണ്ടേയിരിക്കും, ഇത് റിയാഇന് വേണ്ടിയിട്ടാണ്, ഇത് ഒഴിവാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അമലുകളിൽ നിന്ന് പിശാച് നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ കൽബിൽ ഇത് റിയാഇന് വേണ്ടിയിട്ടാണോ, അതല്ലെങ്കിൽ എൻ്റെ അമലുകൾ നഷ്ടമായി പോവുക, പ്രതിഫലം കിട്ടാതായി പോവുക എന്നുള്ളൊരു ഭയം നമ്മുടെ കൽബിൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇത് അള്ളാഹു തആലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളെ കൽബിൽ റിയാ പൂർണ്ണമായി ആധിപത്യം നേടിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. പക്ഷെ പലപ്പോഴും നമുക്കത് സാധിക്കാറില്ല. ഏത് സൽക്കർമ്മം ചെയ്യുകയാണെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്ന സ്വലാത്ത് ചൊല്ലുകയാണ്, ദിക്ർ ചൊല്ലുന്നു, അല്ലെങ്കിൽ നിസ്കരിക്കുന്നു, ഇങ്ങനെ എന്ത് കർമ്മങ്ങൾ നമ്മളെ അടുത്ത് തന്നാലും, ഏറ്റവും ചെറിയൊരു പള്ളിയിൽ ഒരു ജുമയ്ക്ക് പോയിരുന്ന ആ ഒരു ബക്കറ്റ് വരുമ്പോൾ പിരിവിന് ഒരു 10 രൂപ ഇട്ടുകൊടുക്കുന്ന സമയത്തും നമ്മുടെ കൽബിൽ ഇപ്പുറത്തുള്ളവനെ ശ്രദ്ധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ കൽബിൽ റിയാ വരുന്നുണ്ടോ എന്നുള്ള ചിന്തകളാണ് വരുന്നത്. ആ ചിന്ത വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക, നമ്മുടെ കൽബിൽ റിയാഇന് ആധിപത്യം നേടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ സംശയം വരുന്നത്. ഇതൊന്നും ഇല്ലാത്ത, മറ്റുള്ളവർ നോക്കുന്നതിലും കാണുന്നതിലൊക്കെ സന്തോഷം പ്രകടിപ്പിക്കുന്ന, അമല് ബാത്തിലായി പോകുമോ എന്നുള്ള പേടിയില്ലാത്ത ആളുകൾ, അവരുടെ കൽബിലാണ് യഥാർത്ഥത്തിൽ റിയാഇന് സ്വാധീനം ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നത്, റിയാ പേടിച്ച് അമലുകൾ ഒഴിവാക്കരുത്, അമലിൽ റിയാ വന്നാൽ പോലും അള്ളാഹു തആലയോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇനി റിയാ ഉള്ള അമലാണെങ്കിൽ തന്നെ അത് പൂർണ്ണമായി നമുക്ക് ഗുണമില്ലാതായി പോകുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒരു മൻഫഅത്ത്, ഒരു നേട്ടം ആ പ്രവർത്തനങ്ങൾ കൊണ്ട്, അള്ളാഹു തആലയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോയാലും ഏതെങ്കിലും ഒരു വശത്തിലൂടെ മുഅ്മിനിന് അതിനൊരു ഗുണം, ഒരു ഉപകാരം ഇല്ലാതിരിക്കില്ല. നമ്മൾ നിസ്കാരം നിർവഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് റിയാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവർക്ക് കുറേ സന്ദേശങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. നമ്മളെ കണ്ടുകൊണ്ട് ചിലപ്പോൾ ഒരാൾ നിസ്കരിച്ചേക്കാം, നമ്മളെ കണ്ടുകൊണ്ട് ചിലപ്പോൾ ഒരാൾ ദിക്ർ ചൊല്ലിയേക്കാം. നമ്മൾ റിയായോട് കൂടി ആണെങ്കിൽ പോലും നമ്മളെ കണ്ടിട്ട് ഒരാൾക്ക് സ്വതക്ക കൊടുക്കാൻ താല്പര്യം തോന്നിയേക്കാം. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ കാണുമ്പം ഒരു മനുഷ്യൻ്റെ കൽബിൽ ഒരു സന്തോഷം വന്നേക്കാം. പലപ്പോഴും നമുക്ക് പല ആളുകളും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ, നിസ്കരിക്കുന്ന കാണുമ്പം, കുറേ ചെറുപ്പക്കാർ പള്ളിയിൽ ദിക്റൊക്കെ ചൊല്ലുന്നു, നിസ്കരിക്കുന്നു, ഇത് കാണുമ്പോൾ നമ്മുടെ കൽബിൽ ഒരു സന്തോഷം ഉണ്ടാവാറുണ്ടല്ലോ. ആ സന്തോഷം മാത്രം മതി ആ ഒരു വ്യക്തിയുടെ ആഖിറത്തിൽ വിജയം കിട്ടാൻ. നമ്മൾ നിസ്കരിക്കുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ ദിക്ർ ചൊല്ലുന്നത് കണ്ടിട്ട്, നമ്മൾ സ്വതക്ക കൊടുക്കുന്നത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി, മറ്റേ നമ്മൾ സ്വതക്ക കൊടുത്ത വ്യക്തി നമുക്ക് ദുആ ചെയ്തില്ല എന്ന് സങ്കല്പിക്കുക, എന്നാൽ പോലും ഇത് കാണുന്ന ഒരു വ്യക്തി അതിലൊരു സന്തോഷം അവൻ്റെ കൽബിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരു മുഅ്മിൻ്റെ കൽബിൽ ഒരു സന്തോഷം ഉണ്ടാക്കിയതിൻ്റെ ഒരു ഗുണം അത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അത് നമ്മൾ അമല് ചെയ്ത് കിട്ടുന്ന പ്രതിഫലത്തെക്കാളും ചിലപ്പോൾ ഒരുപക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ വലുതായിരിക്കും ഒരു മുഅ്മിൻ്റെ കൽബിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സന്തോഷം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അമലുകൾ ഒഴിവാക്കാൻ പാടില്ല. റിയായോട് കൂടിയാണെങ്കിലും അമലുകൾ ചെയ്യാം. ശേഷം ബഹുമാനപ്പെട്ടവരും വേറെയും കുറച്ച് ഉപദേശങ്ങൾ നൽകുകയാണ് സമാനമായ. വഖാല റജുലുൻ ഇൻദ സയ്യിദിന ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദിന ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുക്കൽ വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ അഹ്ലികിൽ മുനാഫിഖീന, അല്ലാഹു മുനാഫിഖീങ്ങളെ നശിപ്പിക്കണേ. അത് മുസ്ലിമീങ്ങളുടെ കൂടെ തീരെ ഇഖ്ലാസൊന്നും ഇല്ലാതെ അമലുകളൊക്കെ ചെയ്യുന്ന, ഫിത്ന ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ, അവരെ നശിപ്പിക്കണേ എന്ന് ഒരു വ്യക്തി ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ ദുആ ചെയ്യാണ്. ഫഖാല സയ്യിദുനാ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു, ആ സമയത്ത് ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലൗ ഹലകു മൻ തസഫ്തും അൻ അദുവിക് മിൻ അദുവിക്കും,
ഈ മുനാഫിക്കീങ്ങളായ ആളുകൾ ഇഖ്ലാസോടുകൂടി അല്ലാതെ മറ്റു പല ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയും അമല് ചെയ്യുന്ന ആളുകൾ, അവരെല്ലാവരും അങ്ങ് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ശത്രുക്കളുടെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടിത്തരുന്ന ആളുകൾ ആരാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശത്രുക്കളോട് പോരാടുകയും പകരം വീട്ടാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യാൻ വേറെ ആരാ ഉള്ളത്? യാനി ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അന്നഹും യഖ്റുജൂന ഇലൽ ഗസ്വി, ഈ മുനാഫിക്കീങ്ങളായ ആളുകൾ കാണിക്കാൻ വേണ്ടി ഇഖ്ലാസോടുകൂടി യുദ്ധത്തിന് പോകുന്ന ആളുകളുടെ കൂടെ അവരും യുദ്ധത്തിന് പോകും. യുഖാത്തിലൂന അഥവാ മുസ്ലിമീങ്ങളുടെ ശത്രുക്കളോട് അവർ പോരാടും. അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള നേട്ടം മുസ്ലിമീങ്ങൾക്കാണ്. ശത്രുക്കൾ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. ഇതൊരു ഉദാഹരണം പറയാം. ഇനി അടുത്ത് വന്ന് റളിയൻ സയ്യിദുനാ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിട്ട് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയാം, യുഅയ്യിദുല്ലാഹു തആല അൽ മുഅ്മിനീന, അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് ശക്തി പകരും. ബിഖുവ്വത്തിൽ മുനാഫിഖീന, മുനാഫിക്കീങ്ങളുടെ ശക്തി കൊണ്ട് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് ശക്തി പകരും. മുനാഫിക്കീങ്ങൾ കൊണ്ട് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് ഒരു ശക്തി ഉണ്ടാക്കി കൊടുക്കും. വയൻസുറുൽ മുനാഫിഖീന, അല്ലാഹു തആല മുനാഫിക്കീങ്ങളെ സഹായിക്കും. ബിദഅവത്തിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ ദുആ കൊണ്ട്. അഥവാ ഒരു വ്യക്തി അമല് ചെയ്യുന്നത് അല്ലാഹു തആല തൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും, അങ്ങനെ സങ്കല്പിക്കുക, നമ്മുടെ അമലുകൾ 90% അങ്ങനെ ആകുന്നില്ല, ആണ് എന്ന് നമ്മൾ തോന്നലാണ്. വളരെ കുറഞ്ഞ അമലുകൾ, ചിലപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇഖ്ലാസ് ഇല്ലാത്ത അമലുകൾ ഉണ്ടാകാം. എന്നാൽ പോലും ആ അമൽ ഒഴിവാക്കരുത്. ആ അമൽ കൊണ്ട് അല്ലാഹു തആലയുടെ അടുക്കൽ നമുക്കൊരു മനഫഅത്ത്, ഒരു ഉപകാരം, ഉഖ്റവിയായ ഒരു ഉപകാരം ലഭിക്കും. ആ അമൽ കൊണ്ട് നേട്ടം ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ദുആ, ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കുകയും അതുമൂലം അല്ലാഹു തആല ആഖിറത്തിൽ നമുക്ക് വലിയ വിജയം നൽകുകയും ചെയ്യും. ആ രൂപത്തിലായിരിക്കണം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. എൻ്റെ അമലുകൾ അത് അല്ലാഹു തആലയുടെ തൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിലും ഇതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവുന്നുണ്ടല്ലോ, അവരുടെ ദുആയിൽ ഒരു പങ്ക് എനിക്ക് തരണേ എന്നായിരിക്കണം നമ്മുടെ ചിന്ത. അതല്ലെങ്കിൽ തന്നെയും നമ്മുടെ അമലുകളിൽ പ്രതീക്ഷ വെക്കാൻ പാടില്ല എന്നാണ് ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലം തങ്ങളും തുടർന്ന് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും ഇതുവരെയുള്ള മുൻഗാമികളായ ഉന്നതരായ അയിമത്തും ഔലിയാക്കളും ആരിഫീങ്ങളും എല്ലാവരും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആലയുടെ കാരുണ്യം മാത്രമാണ് നമുക്ക് രക്ഷയ്ക്കുള്ള വഴി. നമ്മൾ എത്ര വലിയ അമലുകൾ ചെയ്ത് വളരെ ഇഖ്ലാസോടുകൂടിയാണ് ചെയ്തത്, എന്നാൽ പോലും നമ്മുടെ വിജയത്തിൻ്റെ നിദാനം ഈ അമലുകളോ ഇതിൻ്റെ പ്രതിഫലങ്ങളോ അല്ല, അല്ലാഹു തആലയുടെ ഔദാര്യം മാത്രമാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അമലുകൾ കുറയലോ കൂടലോ അല്ല രക്ഷയുടെ നിദാനം, അല്ലാഹു തആല ഇവനെ തൃപ്തിപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരുപാട് അമലുകൾ ചെയ്ത് പ്രതിഫലം നേടുന്ന ആ വ്യക്തിയേക്കാൾ ഒരുപക്ഷെ ആഖിറത്തിൽ സ്ഥാനം ലഭിക്കൽ, ഇതൊന്നുമില്ലാതെ റിയാവോട് കൂടിയിട്ടൊക്കെ അമൽ ചെയ്യുന്ന ഒരു മനുഷ്യൻ, പക്ഷെ ആ മനുഷ്യൻ്റെ കൽബിലെപ്പോഴും അല്ലാഹു തആല അവൻ്റെ ഏതെങ്കിലും ഒരു അടിമയുടെ ദുആ കാരണമായി എന്നെ രക്ഷപ്പെടുത്തും എന്ന വളരെ ദയനീയമായൊരു ചിന്ത അവൻ്റെ കൽബിലുണ്ടാവും. ആ ഒരു വ്യക്തിക്ക് ചിലപ്പം മറ്റുള്ളവരെക്കാളും ഉന്നതമായ സ്ഥാനം ലഭിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മളെ പ്രതീക്ഷ നമ്മുടെ അമലുകളോ നമ്മുടെ അമലുകളുടെ പ്രതിഫലമോ ആയിരിക്കരുത്. മറിച്ച് നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാനും നന്മകൾ ചെയ്യാനും ശ്രമിക്കുക. ആ നന്മകളുടെ ഉപകാരം പറ്റുന്ന ഏതെങ്കിലും ഒരു മുഅ്മിനിൻ്റെ ദുആ കൊണ്ട്, അല്ലാഹുവേ നീ എൻ്റെ ആഖിറം രക്ഷപ്പെടുത്തണേ, എൻ്റെ മൗത്തിൻ്റെ സമയത്ത് നിൻ്റെ സഹായം എനിക്ക് വേണം, എൻ്റെ ആഖിറത്തിൽ മഹ്ശറിൽ മീസാനിലും സിറാത്തിൻ്റെ അടുത്തും എൻ്റെ ഖബറിലും എല്ലാം ഈ മുഅ്മിനീങ്ങളുടെ ദുആ കാരണമായിട്ട് എനിക്കൊരു രക്ഷ നൽകണേ. എൻ്റെ അമലുകളിലോ എൻ്റെ പ്രവർത്തനങ്ങളിലോ അതുമൂലം ഉണ്ടാകുന്ന പ്രതിഫലങ്ങളിൽ ഒന്നും എനിക്ക് പ്രതീക്ഷയില്ല. ഞാൻ പ്രതീക്ഷ വെക്കുന്നത് മുഴുവനും നിന്നിലും നിൻ്റെ അടിമകളായ മുഅ്മിനീങ്ങളുടെ ദുആയിലും മാത്രമാണെന്നുള്ള ആ ഒരു ചിന്ത നമ്മളെ കൽബിൽ എപ്പോഴും ഉണ്ടാവണം. ആ ഒരു ചിന്തയിലായിരിക്കണം നമ്മൾ അമലി ചെയ്യേണ്ടതും. നമ്മൾ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് പണം നൽകി സഹായിക്കുന്നു, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായം ചെയ്യുന്നു, ആ സമയത്ത് മുഴുവനും നമ്മളെ ചിന്ത നമ്മൾ ഈ ചെയ്യുന്ന അമല് അതല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം അതൊന്നും ആയിരിക്കരുത്. അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത് ഈ അമലൊന്നും അല്ല, ഇത് നിഷ്ഫലമായി പോകും, ഇത് അല്ലാഹു തആല സ്വീകരിച്ചു കൊള്ളുന്നില്ല, പക്ഷേ ഈ മുഅ്മിനിൻ്റെ ദുആ സ്വീകരിക്കും, ആ നിലയ്ക്ക് എന്നെ രക്ഷപ്പെടുത്തണേ എന്നൊരു ചിന്തയായിരിക്കും നമ്മുടെ കൽബിൽ ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ചിന്തിച്ച് വിനയാന്വിതരായി ദുനിയാവിൽ ജീവിച്ച് മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള ആ ഒരു ഭാഗ്യം കിട്ടുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ട സർവ്വ മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.